നമ്മുടെ മൊബൈലിൽ ഒരു രഹസ്യ ക്യാമറ സെറ്റ് ചെയ്താലോ? ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ കൺമുന്നിൽ കാണുന്ന ഒരു അക്രമം അല്ലെങ്കിൽ ഒരു അനീതി, അത് നമ്മുടെ മൊബൈലിൻ്റെ ക്യാമറ വെച്ചുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല. നമ്മുടെ മൊബൈലിൽ ഇതുപോലെ ഒരു രഹസ്യ ക്യാമറ ഉണ്ടെങ്കിൽ ആരും അറിയാതെ നമുക്ക് ഇത് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അതും ബാക്ക്ഗ്രൗണ്ടിൽ മൊബൈൽ ലോക്ക് ചെയ്തിട്ട് വരെ നമുക്ക് ക്യാമറ കൊണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും, അതും ഹൈ ക്വാളിറ്റിയിൽ. ഇതെങ്ങനെയെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റാണ് ഓപ്പൺ ആകുക. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയത് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്താൽ മതി, ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, ഇൻസ്റ്റാൾ ചെയ്യാം. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുക, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്നൊക്കെ ഇന്നത്തെ വീഡിയോ കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക. ഇവിടെ ഇടത്തോട്ടേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുക, വീണ്ടും ഒന്നുകൂടി സ്വൈപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് റെക്കോർഡിംഗ് കാണിക്കും. കുറച്ചേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു പോപ്പപ്പ് വരും. ഇവിടെ കണ്ടിന്യൂ എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്റ്റാർട്ട് റെക്കോർഡിംഗ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെയാണ് ഓപ്പൺ ആയിട്ട് വരിക. ഇവിടെ നമ്മൾ റെക്കോർഡ് ചെയ്ത ഫയൽ ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും. പിന്നെ ഷെഡ്യൂൾ ചെയ്ത് റെക്കോർഡ് ചെയ്യാം കേട്ടോ, അതിനുള്ള ഓപ്ഷനും ഉണ്ട്. പിന്നെ സ്റ്റാർട്ട് ക്യാമറ, അത് കൊടുക്കുന്നതിന് മുമ്പ് ഇവിടെ സെറ്റിംഗ്സിൻ്റെ ഗിയർ ചിഹ്നം കാണാൻ സാധിക്കും. അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഏറ്റവും മുകളിൽ പ്രൈവസി സെറ്റിംഗ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഗാലറിയിൽ സേവ് ചെയ്യണമെങ്കിൽ അത് ഓൺ ചെയ്യുക. ഞാനിപ്പോൾ ഓഫിൽ കൊടുക്കുകയാണ്. പിന്നെയും നമുക്ക് ഗാലറിയിൽ സേവ് ചെയ്യാം കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ പ്രൈവസി മോഡ്, ഇവിടെ മിനി പ്രീവ്യൂ ആണുള്ളത്, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നത്തിങ് ആക്കി കൊടുക്കുക. ഓക്കെ, പിന്നെ പ്രീവ്യൂ സൈസ് അത് ലാർജ് വേണമെങ്കിൽ നമുക്കിങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ പ്രൈവസി പൊസിഷൻ അതൊന്നും ആവശ്യമില്ല, ഇവിടെ കൃത്യമായിട്ട് അതൊക്കെ സെറ്റിൽഡ് ആണ്. ഓക്കെ, പിന്നെ ഓപ്പൺ ആപ്പ് എന്ന ഭാഗത്താണുള്ളത്. പിന്നെ ലോക്ക് സ്ക്രീൻ, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ആപ്ലിക്കേഷന് നമുക്കൊരു ലോക്ക് കൊടുക്കാം. ഓക്കെ, അതായത് ഈ വീഡിയോ ആർക്കും കാണാൻ കഴിയാത്ത രൂപത്തിൽ ലോക്ക് കൊടുക്കാം. ഞാനിപ്പോൾ ഓഫിലാണ് കൊടുത്തത്, നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാം. ഞാൻ ബാക്ക് വരെയാണ്. വീണ്ടും ബാക്ക് വന്നതിന് ശേഷം ഇവിടെ ക്യാമറ വീഡിയോ സെറ്റിംഗ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏത് ക്യാമറയാണ് നിങ്ങൾക്ക് വേണ്ടത്, ഫ്രണ്ട് ക്യാമറ, ബാക്ക് ക്യാമറ, അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ ഓഡിയോ റെക്കോർഡ് ഞാനിപ്പോൾ ഓണിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലാഷ് ലൈറ്റ് നമുക്ക് വേണ്ട, ഞാൻ ഓഫിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വീഡിയോ ക്വാളിറ്റി കണ്ടോ, ഇവിടെ UHD ഹൈ ക്വാളിറ്റിയിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ബാക്ക് വരെയാണ്. പിന്നെ സൂം നമുക്ക് വേണമെങ്കിൽ എനബിൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ബാക്ക് വരെയാണ്. പിന്നെ നോട്ടിഫിക്കേഷൻ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാം. ഇതിൻ്റെ ഐക്കൺ മാറ്റാം. അതുപോലെ തന്നെ ഇവിടെ ബാറ്ററി ഒപ്റ്റിമൈസേഷൻ അതൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാം. ബാക്ക് വരെയാണ്. ഞാനിപ്പോൾ സ്റ്റാർട്ട് ക്യാമറ ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, അതിനുശേഷം ഗ്രാൻഡ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗം സെലക്ട് ചെയ്യുക. വീണ്ടും അത് തന്നെ ഒന്നുകൂടി സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ നോട്ടിഫിക്കേഷൻ്റെ ഈ ഒരു പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. ദാ ഇപ്പോൾ റെക്കോർഡിംഗ് സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ബാക്ക് ഭാഗത്ത് കൈയൊക്കെ ഇങ്ങനെ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാമറ ഇങ്ങനെ തിരിച്ച് പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഞാനിപ്പോൾ സ്ക്രീൻ ഇവിടെ ലോക്ക് ചെയ്യാണ്. ഓക്കെ, ലോക്ക് സ്ക്രീനിലും നമുക്ക് റെക്കോർഡ് ചെയ്യാം. ലോക്ക് സ്ക്രീനിൽ ഞാനിപ്പോൾ റൊട്ടേറ്റ് ചെയ്തിട്ടൊക്കെ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇത് റെക്കോർഡ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഞാനിപ്പോൾ ലോക്ക് തുറക്കുകയാണ്. ഓക്കെ, ലോക്ക് തുറന്നിട്ട് ഇവിടെ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാണ്. ദാ ഇവിടെ സ്റ്റോപ്പ് ചെയ്താൽ മാത്രമേ ഇത് സ്റ്റോപ്പ് ആകുകയുള്ളൂ. ഓക്കെ, ഇതാ ഇവിടെ സ്റ്റോപ്പ് ക്യാമറ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യണം. കണ്ടോ, ബാക്ക്ഗ്രൗണ്ടിൽ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്റ്റോപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇവിടെ റെക്കോർഡ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ റെക്കോർഡ് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്തത് കാണാൻ സാധിക്കും. ഓക്കെ, ഇതാ ഹൈ ക്വാളിറ്റിയിൽ നല്ല രൂപത്തിൽ ഇവിടെ റെക്കോർഡായിട്ടുണ്ട്. ബാക്ക് ഭാഗത്ത് ഞാൻ കൈയൊക്കെ വെക്കുന്നത് നിങ്ങൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ക്യാമറ തിരിച്ച് പിടിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ലോക്ക് ചെയ്തിട്ട് ഞാൻ റൊട്ടേറ്റ് ചെയ്യുന്നതും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇതാ കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. കണ്ടോ, റൊട്ടേറ്റ് ചെയ്തിട്ടൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് എങ്ങനെ ഗാലറിയിൽ സേവ് ചെയ്യാമെന്ന് നോക്കാം. ഇതാ ഇവിടുന്ന് ബാക്ക് വരിക. അത് ഇവിടെ തന്നെ മുകളിൽ അത് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്ലോസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇവിടെ 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദാ ഇവിടെ സേവ് ടു ഗാലറി ഉണ്ട്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ സേവ് ടു ഗാലറി എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് ഉടനെ തന്നെ അത് ഗാലറിയിൽ സേവ് ആയിട്ടും ഉണ്ട്. ഓക്കെ, നമുക്ക് ഗാലറി എന്ന് തുറന്നു നോക്കാം. ഇവിടെ വീഡിയോയുടെ സെക്ഷനിൽ ആ ഒരു വീഡിയോ വന്നിട്ടുണ്ടാകും. നല്ല ഹൈ ക്വാളിറ്റിയിൽ നമുക്കിതുപോലെ ഏത് വീഡിയോയും ബാക്ക്ഗ്രൗണ്ടിൽ ലോക്ക് ചെയ്തിട്ട് പോലും റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അതും അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ,
ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു രഹസ്യ ക്യാമറ നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുന്നത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.